എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് സിംഗറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അത് എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയില്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു വലിയൊരു സർപ്രൈസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതൊന്നും ഞാൻ ഇപ്പൊ പറയൂല, എല്ലാവർക്കും വഴിയെ അറിയാനായിട്ട് പറ്റും. അതിന് മുന്നേ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പേരെ വെൽക്കം ചെയ്യാനുണ്ട്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം MJ അങ്കിൾ. നമ്മുടെ എവർഗ്രീൻ റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ഒരു എവർഗ്രീൻ പാട്ട് കേൾക്കാൻ റെഡിയല്ലേ? പാട്ട് കേൾപ്പിക്കാനായിട്ട് നമ്മുടെ റിജ്വൽ കുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം റിജ്വൽ ഓൺ സ്റ്റേജ്. ആര്യ ചേച്ചി മറന്നോ കുട്ടൂസ്? ഞാൻ എങ്ങനെ മറക്കും? ഇല്ലേ, കുഞ്ഞൂസും വിളിക്കുന്ന കേൾക്കാത്തോണ്ട് ഞാൻ വെച്ച് മറന്നോ നിങ്ങൾ രണ്ടുപേരും? നമ്മൾ അങ്ങനെ മറക്കില്ലല്ലോ. കുഞ്ഞൂസ് തന്നെയല്ലേ? ഇല്ല, മറക്കൂല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്ന് എന്റെ വല്യമ്മയും ഏട്ടനും വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. വല്യമ്മയുടെ മകൻ അല്ലേ? കസിനാണ്. ആട്ടൻ. എന്താ ഏട്ടന്റെ പേര്? അബിത്ത്. അബിത്ത്. വല്യമ്മയുടെയോ? നിഷ. നിഷ. ഓക്കെ ഓക്കെ ഓക്കെ. ആട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പൊ എംടെക്കിന് ചേരുന്നു. ആണോ? ഇത് മെക്കാനിക്കൽ. ഓക്കെ, സൂപ്പർ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് അവര് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ഏത് പാട്ടാണ്? മന്ദസമീരനിൽ ഒഴുകി ഒഴുകി. ഉഗ്രം പാട്ട്. ഇത് ആരുടെ സെലക്ഷനാ? ഇവിടെ നോക്കിയാ ആണോ? ആര് തന്നതായാലും അവർക്കൊരു പ്രത്യേകം കയ്യടി. എവർഗ്രീൻ തന്നെ. അതെ. അപ്പൊ ഡീറ്റെയിൽസ്. സിനിമ ചട്ടക്കാരി, വർഷം 1974, ലിറിക്സ് വയലാർ രാമവർമ്മ സാറ്, മ്യൂസിക് ജി ദേവരാജൻ സാറ്, പിന്നെ പാടിയത് യേശുദാസ് സാറ്. വെരി ഗുഡ്. സെറ്റ് അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. ജനുവരി കുളിർ ചന്ദ്രിക മുഖരും ജലതരംഗം നീ ശീലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ. ജനുവരി കുളിർ ചന്ദ്രിക മുഖരും ജലതരംഗം നീ ശീലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ സ്വപ്ന സൗകുമാര്യം നീ നിറയും എന്നിൽ നിറയും നിന്റെ നീഹാരാത്രമാമംഗരാഗം അംഗരാഗം മന്ദസമീരനിൽ
മൃദംഗം നീ പ്രണയഭൃംഗം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ പുഷ്പപാനപാത്രം നീ അലിയും എന്നിലലിയും നിന്റെ അന്യാധീനമാമഭിനിവേശം അഭിനിവേശം മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. ഗുഡ് മോനെ. Thank you. റിച്വൽ ദ ഉജ്വൽ ദ തേജ്വൽ മഹോജ്വൽ. മഹോജ്വൽ ഇങ്ങോട്ട് പോരെ. നന്നായിട്ട് പാടിയിട്ടുണ്ടേ. ആ. ആ എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്ക് മാത്രമല്ല മധുമാമന് തോന്നി, എനിക്കും തോന്നി. ആര്യക്കും തോന്നി. യെസ്. ആ നമുക്ക് എല്ലാവർക്കും തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പിച്ച് കൂടിപ്പോയി എന്നൊരു തോന്നലുണ്ട്. ഇത് മാക്സിമം താഴോട്ട് പോണേ ഇന്ദ്രചാപം നീ അതുവരല്ലേ പോകുന്നുള്ളൂ. ആ. അപ്പൊ നമ്മളൊരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബേസ് എത്ര പോവും, മേളിൽ എത്ര പോവും എന്ന് നോക്കിയിട്ട് അതിന്റെ റേഞ്ച് അനുസരിച്ച് നമ്മൾ പിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആ. അപ്പൊ ഇപ്പൊ സി ഷാർപ്പിനാണ് പാടിയത് അല്ലേ? ആ. അത് ഒരു സെമിറ്റോൺ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ സി ഏത് കിട്ടും? സി കിട്ടും ഉം. അല്ലേ? നമുക്ക് സിക്ക് പാടി നോക്കിയാലോ? ആ. അപ്പൊ കുറച്ചുകൂടെ സ്ട്രെയിൻ കുറവായിരിക്കും, നമുക്ക് സുഖമായിട്ട് പാടാൻ പറ്റും. ആ. അപ്പൊ സിയില് നമ്മുടെ കുട്ടൻ പാടിക്കഴിഞ്ഞാൽ, നമ്മുടെ റിജ്വലൻ പാടിക്കഴിഞ്ഞാൽ അത് പാടി പോലെ ആയിരിക്കും, ഉജ്ജ്വലമായിരിക്കും. അതെ. ഉജ്ജ്വലമായിരിക്കും. എന്നിട്ട് പോലെ ഇവിടെ അന്യാധീനമാം അഭിനിവേശം അടിച്ച് പൊളിച്ച് തകർത്ത്. അയ്യോ. ഉഗ്രനായിരുന്നു പാടി, Thank you. ഉഗ്രനായിട്ട് പാടിയത്. അവനെ അന്യാധീനമാം ഭയങ്കര സ്ട്രെയിൻ ആണ്. എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ സങ്കടമായി കാണുമ്പോ. നമുക്ക് nerves ഒക്കെ ഇങ്ങനെ നമുക്ക് Crack. ബുദ്ധിമുട്ട്. ക്രാക്ക് വന്നു അത് കാണുമ്പോൾ അവസാനം നമുക്കൊരു voice. crack വന്ന്. ആ. നമുക്ക് തന്നെ വിമ്മിഷ്ടാവും അത് കാണുമ്പോൾ. കഷ്ടപ്പെട്ട് പാടി കേട്ടോ സുഷി, കഷ്ടപ്പെട്ട്. ഞാൻ എങ്ങനെയും പാടും. ആ ദാറ്റ് ഇസ് ദ ആറ്റിറ്റ്യൂഡ്. That is the spirit. അത് റിച്വലിന് മാത്രമുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ. അത് ഗംഭീരാണേ. ആ. നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അത്. ആ. ലവ് യു. Thank you. താങ്ക് യു. തിരിച്ച് Love you too. I love you too. അപ്പൊ ഒന്ന് മന്ദസമീര മന്ദസമീര മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. പുഷ്പം. പിന്നെ അത് Easy ആയിട്ട്. ഇതുകൂടി പാടുമ്പോ ജനുവരി കുളിർ. പാടിയോ? അതും കൂടെ പാടിയോ? ആ. ജനുവരി Yes. കുളിർ ചന്ദ്രിക മുകരും ജലതരംഗം നീ. അതിലേ ഇതില് ജലതരംഗം നീ. ആ അങ്ങനെ പാടുക. ജലതരംഗം നീ. Yes. തരംഗം. ആ. അടുത്തത് ശിലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ. സ്വപ്ന സൗകുമാര്യം നീ. ആ. നിറയും എന്നിൽ നിറയും നിന്റെ നീഹാരാദ്രമാമംഗരാഗം. അംഗരാഗം. Yes. ഓ ഇതിൽ സ്ട്രെയിൻ ഇല്ലാതെ പാടാൻ പറ്റും. അപ്പോൾ ഒരു വലിയ രഹസ്യം എന്ന് പറയുന്നത് പിച്ച് സെലക്ട് ചെയ്യുന്നതാണ് അല്ലെ? ഒരു പാട്ടിന് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ. ഒരുപാട് സ്ഥലങ്ങളിൽ ഉഗ്രനായിട്ട് പാടി. പിന്നെ ഈ നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ ഇപ്പോ ഇന്ദ്രൻ, ചന്ദ്രൻ, അതെ. ആർദ്രം അങ്ങനെ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യും. അത് തെറ്റല്ല. പക്ഷെ നമുക്ക് മലയാളത്തിൽ കുറച്ചും കൂടെ നമുക്ക് ഇപ്പൊ പോയറ്റിക് ബ്യൂട്ടി വരുമ്പോഴത്തേക്കും ഇന്ദ്രൻ എങ്ങനെ പറയും? ഇന്ദ്രൻ. 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 ഇന്ദ്ര. ര, ര. ഇന്ദ്രൻ. Yes. ഇന്ദ്രൻ. ഇന്ദ്രൻ അല്ല ഇന്ദ്രൻ. ഇന്ദ്രൻ. ആ. ആ. ചന്ദ്രൻ. ചന്ദ്രിക. 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 ചന്ദ്രി. ചന്ദ്രിക. റാ അല്ല ര. ചന്ദ്രിക. ചന്ദ്രിക. ആ. ആ. ജയചന്ദ്രൻ.
ജയചന്ദ്രൻ. ചന്ദ്രൻ. ചന്ദ്രൻ. ശരിക്കും ചന്ദ്രൻ. സ്കൂൾ കലോത്സവത്തിന് പോകുമ്പോഴേ നമ്മള് മലയാളം പ്രസന്റേഷൻ പാടുമ്പോഴത്തേക്ക് ഡിസ്ട്രിക്ട് ലെവൽ വരെ ഈ ഒരു സിസ്റ്റം ആണ്. പക്ഷെ ആ ഡിസ്ട്രിക്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. ഈ ഇന്ദ്ര വരുന്ന സ്ഥലത്ത് രാ കൂട്ടി ചേർത്ത് പറയണമെന്ന് നമ്മളെ സെപ്പറേറ്റ് ഇങ്ങനെ പഠിപ്പിക്കും ഇങ്ങനെ സ്കൂളിൽ നിന്ന്. അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. അപ്പൊ റിജുൽ കുട്ടൻ ഇങ്ങോട്ട് വായോ, ഒന്ന് നമുക്ക് ചോദിക്കാം. എനിക്കിഷ്ടായി, വളരെ ഇഷ്ടമായി പാടിയത്. കാരണം ഇത് സാധാരണ ഒരു നിസ്സാര ഗായകനൊന്നും പാടാൻ പറ്റുന്ന കാര്യമല്ല ഇത് ശരിക്കും പറഞ്ഞ. മാത്രല്ല സി ഷാർപ്പിലാണ് നേരത്തെ പാടിയത്, ഈ ടേക്കിൽ പാടിയത്. അത് കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്തു മോന്. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാടി. അന്യാധീനമാം അഭിനിവേശം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാടിയതിൽ കേട്ടോ. പിന്നെ ഈ സ്ട്രെയിനിന്റെ ഭാഗമായിട്ട് പല ചില സ്ഥലങ്ങളൊക്കെ ഫ്ലാറ്റ് ആവുന്നുണ്ടായിരുന്നു, എത്താത്ത കാരണം കൊണ്ട്. അങ്ങോട്ട് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട്. ഫസ്റ്റ് ലൈനിൽ തന്നെ ഒഴുകി എത്തും മന്ദസമീരം തുടങ്ങിയില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് ശ്രുതിയിൽ വരണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ജനുവരി കുളിർപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ടേക്കിലും ജനു എന്ന് പാടി, അത് ജനുവരി മതി കേട്ടോ. അങ്ങനെ കുറച്ച് അവിടേക്ക് ഈ സ്ട്രെയിൻ കാരണം കൊണ്ടുള്ള പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ എം ജി ഞങ്ങള് അത് സീല് പാടിപ്പിച്ചപ്പോ കുറച്ചും കൂടി ഈസി ആയി പാടാൻ. കറക്റ്റായി എല്ലാം. അതെ, കറക്റ്റായി. അപ്പൊ പാടുന്നതിന് മുൻപ് തന്നെ അത് കൺഫേം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പാടാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. വളരെ മിടുക്കനായിട്ടുള്ള പാട്ടുകാരനാണ്. അല്ലാതെ ഇത് ഇത്രയും പോലും പാടാൻ സാധിക്കില്ല ആർക്കും. മിടുക്കനാണ്. റിജുൽ കുട്ടാ, എന്തോ എന്നെ അങ്ങ് പേടിപ്പിച്ചു കേട്ടോ ഇന്ന്. എനിക്കൊരു പേടി വന്നു, ഇത് ശബ്ദം ക്രാക്ക് ആവുമോ, വെള്ളി വീഴുവോന്നൊക്കെ, ഗ്ലൂം വരുമോന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായി ഇന്ന്. കാരണം അത്രയും ഹൈ പിച്ചിലല്ലേ പാടിയത്, ഭയങ്കര ഹൈ ആയിരുന്നു. റിജുൽ കുട്ടിന് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു അതിന്റെ ഹൈ പിച്ച്. ഞാൻ പേടിച്ചു പോയി ശരിക്കും. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും അപാകതകളൊന്നും സംഭവിക്കാതെ നന്നായിട്ട് ലാൻഡ് ചെയ്തു. ഞാൻ പാടി തീർക്കും എന്നുള്ളൊരു വാശി, ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ റിജുൽ കുട്ടന്. അപ്പൊ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പക്ഷെ എം ജെ സാറി പറഞ്ഞ പോലെ സി ഷാർപ്പ് ഒന്ന് മാറ്റി സിയിലേക്ക് പാടിയപ്പോഴാണ് റിജുൽ കുട്ടന്റെ ആക്ച്വൽ അതിന്റെ ഫുൾ ഫീലും അതിന്റെ ഭാവവും ഒക്കെ പുറത്തേക്ക് വന്നത് കേട്ടോ. മിടുക്കനായിട്ട് പാടി. അവിടെ ആ ഹൈ എത്താത്തതിന്റെ കുറേ പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഫ്ലാറ്റ് ആയിരുന്നു കുറച്ച്. മധുചേട്ടൻ പറഞ്ഞല്ലോ ഒഴുകി എത്തും, പിന്നെ ജനുവരി കുളിർ, ശില്പമാകും, ജലതരംഗം നീ, ശില്പമാകും, അതെ, മൃദുമൃദംഗം എന്ന് പാടിയ ഭാഗം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്യാധീനമാം അഭിനിവേശം എന്ന് പാടിയ ഭാഗമാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു. എന്നിട്ടും ലാസ്റ്റ് അടിച്ചു പൊളിച്ചു. ചരണത്തിന്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് ക്ലീൻ, മിടുകനായിട്ട് പാടി. അപ്പൊ അടുത്ത പ്രാവശ്യം പിച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്യും. യെസ്, മിടുകൻ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് അറിയാം റിജുൽ കുട്ടന്റെ. അടുത്ത പ്രാവശ്യം സൂക്ഷിച്ച് പിച്ച് സെലക്ട് ചെയ്യണം. പ്രോമിസ്. അപ്പോൾ ഇന്നത്തെ റിജുൽ കുട്ടന്റെ മാർക്ക് 96.5 ഔട്ട് ഓഫ് 100. അപ്പൊ റിജുൽ കുട്ട പറഞ്ഞതൊക്കെ ഓർത്ത് അടുത്ത പ്രാവശ്യം നമ്മളൊരു കംബാക്ക് എല്ലാ പ്രാവശ്യം പറയുന്നല്ലേ, അങ്ങനെ വേണം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി.